ടോപ്പിക്കാണത്. പടച്ചോനുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് അതിനേക്കാൾ വലിയ മനോഹരമായി നമുക്കിത് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. ഫൈൻ ട്യൂണിങ് എന്താണ് പടച്ചോന്റെ ഫൈൻ ട്യൂണിങ്? ആക്ച്വലി ഫൈൻ ട്യൂണിങ് വളരെ ലളിതമായിട്ട് എനിക്കറിയുന്ന ഭാഷയിൽ ഞാൻ ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. നമ്മൾ റേഡിയോ ഒക്കെ ഫൈൻ ട്യൂൺ ചെയ്യില്ലേ? ഒരു സ്പെസിഫിക് ചാനൽ. ഇപ്പോൾ നമുക്ക് ഖുറാനോത്ത കിട്ടേണ്ടത് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ വണ്ടിയിൽ 105.2 അത് ഫൈൻ ട്യൂൺ ചെയ്ത് കറക്റ്റ് 105.2 എത്തിയാലാണ് ഖുറാൻ കിട്ടുക. 105.3 കിട്ടില്ല, 105.1 കിട്ടില്ല. 105.2 നിന്നാൽ ആ ഖുറാൻ റെസിലേഷൻ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ അതേപോലെ ലൈക്ക് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്ന സംഭവം ജി, നമ്മളൊക്കെ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. അതേപോലെ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, അങ്ങനെ ഒരു 100 കണക്കിന് കോൺസ്റ്റൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ 6.67 × 10⁻⁻⁷ മീറ്റർ ക്യൂബ് പെർ kg/s. അപ്പോൾ അതൊരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റ് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ ആവാസ വ്യവസ്ഥ തന്നെ തെറ്റും, ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും അത്. അതേപോലെ തന്നെ ഭൂമിയെ നിലനിർത്തുന്ന, സോളാർ സിസ്റ്റത്തിൽ നിലനിർത്തുന്ന 4 തരം ഫോഴ്സുകളുണ്ട്. നമ്മളൊക്കെ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, അതേപോലെ തന്നെ ഈ പറഞ്ഞ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇത് 4ഉം ഒരു ലൈക്ക് ഒരു വടംവലിയിലെ വടത്തോ നമ്മളെങ്ങനെ ഉപയോഗിക്കുക, അപ്പുറത്തും ഒരു 10 ആള് ഇപ്പുറത്തും 10 ആള്, അത് കൃത്യമായ അളവിൽ നിന്നാൽ എന്ത് ചെയ്യും? വടംവലി ആരും ജയിക്കാതെ അങ്ങനെ നിൽക്കും. ഏതെങ്കിലും ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിക്കഴിഞ്ഞാൽ വടത്തിലെ ഒന്നൊക്കെ അങ്ങോട്ട് വീഴും അല്ലെങ്കിൽ ഇങ്ങോട്ട് വീഴും. അതേപോലെ തന്നെ ഈ 4 ഫോഴ്സുകൾ കൃത്യമായ അളവിൽ തെറ്റാതെ നിൽക്കുന്നതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൽ ഈ ഭൂമി കൃത്യമായിട്ട് നിന്നുകൊണ്ടിരിക്കുന്നത്. സണ്ണിന്റെ അപ്പുറത്ത് എക്സൈറ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഭൂമി സ്വയം ഭ്രമണം ചെയ്യുന്നത് കൊണ്ട്, സൂര്യന് ചുറ്റും സ്വയം ഭ്രമണം ചെയ്യുന്നത് കൊണ്ട് അത് സ്വയം എക്സൈറ്റ് ചെയ്യുന്ന ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ട്, സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ട്. ഇതുകൂടാതെ ഈ പറഞ്ഞ 4 ഫോഴ്സുകൾ ഉണ്ട്. ഇതെല്ലാം കൃത്യമായ അളവിൽ ആണ് പടച്ചതമ്പുരാൻ ട്യൂൺ ചെയ്ത് വെച്ചിട്ടുള്ളത്. ആ അളവിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിക്കഴിഞ്ഞാൽ, ഇപ്പോ വെയിറ്റ്, ഇപ്പോ 80 ഒരു 68 kg ഉള്ള ഒരാളുടെ വെയിറ്റ് ഭൂമിയിൽ 68 kg ഉള്ള, മാസും വെയിറ്റും രണ്ട് സാധനമാണല്ലോ. മാസം ഒരിക്കലും മാറില്ല, വെയിറ്റ് മാറും. മൂണിൽ പോയാൽ 6-7 കിലോ ഉണ്ടാവുള്ളൂ. അതേ സാധനം ജൂപ്പിറ്ററിൽ പോയ ചിലപ്പോൾ 1900 സംതിങ് kg ആണ് ആ സാധനത്തിന്റെ, അതേ സാധനത്തിന്റെ വെയിറ്റ്. അപ്പോ മൂണിലൊക്കെ പോയ ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അത് ഇവിടെ ഇങ്ങനെ പറന്ന് നടക്കുന്നത്, ഫ്ലോ ചെയ്ത് നടക്കുന്നത്. അതേസമയം ഇതിൽ പോയി ജൂപ്പിറ്ററിൽ പോയി എന്താ സംഭവിക്കുക? അനങ്ങാൻ കഴിയില്ല, അത്രയും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടുതലാണ് അവിടെ. മൂണിൽ കുറവാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അതേസമയം ജൂപ്പിറ്ററിൽ 10 ഇരട്ടി 30 ഇരട്ടി കൂടുതലാണ്. അപ്പോൾ അത് 1900 സംതിങ് കിലോഗ്രാം ഉള്ള ഒരു സാധനത്തിന് അവിടെ നടക്കാൻ കഴിയില്ല. മൂണിലും ആവാസം സാധ്യമല്ല. പടച്ചതമ്പുരാൻ മനുഷ്യനെ പടച്ചത് ഭൂമിയിലാണ്. ഭൂമിയിൽ അതിന്റെ ഇത് അനുകൂലമായതുകൊണ്ട് ഭൂമിയിലാണ് മനുഷ്യന് സൃഷ്ടിപ്പുണ്ടായത്. അപ്പോ ഇനി നമുക്ക് കൂടുതൽ വിശദമായ ചർച്ചയിലേക്ക് കടക്കാൻ തോന്നുന്നു. ഷാഹുല് സ്റ്റാർട്ട് ചെയ്തോളൂ. ഇപ്പോ നമ്മള് പിന്നെ ഈ ഫൈൻ ട്യൂണിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഓർഡറിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക എന്നുള്ളൊരു വിഷയമുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഈ മുറിയിലുള്ള ഓക്സിജൻ ഇപ്പോ ഡിസോർഡർ അവസ്ഥയിലാണുള്ളത്. കാരണം ഇപ്പൊ ഈ മുറിയിലുള്ള ഓക്സിജൻ മുഴുവൻ ഒരു മൂലയിലേക്ക് എല്ലാം ഒരേ സ്വഭാവത്തിൽ മാറി നിന്ന് കഴിഞ്ഞാൽ എന്തുണ്ടാവില്ല, ഇപ്പൊ നമുക്ക് ശ്വസിക്കാൻ കഴിയില്ല. അത് ഡിസോർഡർ അവസ്ഥയിലാണ്. ഡിസോർഡർ ആയിട്ടുള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പോ സ്വാഭാവികമായിട്ട് ഒരു മെഴുകുതിരി കൊളുത്തി വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാകുന്ന പുക എന്ന് പറയുന്നത് അതെല്ലാം അതിന് ഡിസോർഡർ അവസ്ഥയിലേക്ക് പോകാനാണ് എല്ലാത്തിനും സാധ്യത കൂടുതൽ. ഈ പറഞ്ഞ പോലെ ഓക്സിജൻ കണികൾ ഡിസോർഡറിലേക്ക് പോകാൻ സാധ്യത കൂടുതൽ എന്ന് പറയുന്നത് പോലെ ഈ പുകയും അതുപോലുള്ള സാധനങ്ങളും എല്ലാം ഡിസോർഡറിലേക്കാണ് പോകാൻ സാധ്യത എന്ന് പറയുന്നത്. ഡിസോർഡർ എന്ന് പറയുന്നത് അതൊരു പ്രകൃതിയുടെ സ്വാഭാവികതയാണ്. എന്നാലും നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ അത്തരം സ്വാഭാവികതകൾക്കും അപ്പുറം ഓർഡറുകൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു കുറച്ച് ഇംഗ്ലീഷ് ആൽഫാബെറ്റ്സ് നമ്മൾ ചുമ്മാ ഇങ്ങനെ വിതറി കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഒരിക്കലും തന്നെ ഒരു മീനിങ് ഫുൾ ആയിട്ട് ഒരു അക്ഷരം ഉണ്ടാവില്ല. നമ്മൾ സാധാരണ പറയുന്ന ഒരു കാര്യമാണ് ഒരു കുരങ്ങ്. അത് ഇങ്ങനെ ചുമ്മാ ഇരുന്ന് പിന്നെ ഒരു കീബോർഡിൽ കുറെ അമർത്തി കഴിഞ്ഞാൽ എത്ര അമർത്തി കഴിഞ്ഞാലും മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു വേർഡ് നമുക്ക് കിട്ടൂല. പിന്നെ അതിന്റെ ഗണിത ശാസ്ത്രപരമായിട്ട് തന്നെ നമ്മൾ വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോ ഇംഗ്ലീഷ് ആൽഫാബെറ്റ്സ് എന്ന് പറയുന്നത് 26 ലെറ്റേഴ്സ് ആണ്. അപ്പോ റാൻഡമായിട്ട് ഒരു കുരങ്ങ് ഹലോ എന്ന് പറയുന്ന ഒരു ലെറ്റർ റാൻഡമായിട്ട് ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ
എത്രയാണ് അതിന്റെ പോസിബിലിറ്റി എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, പ്രോബബിലിറ്റി എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അത് 1,18,00,000 സംതിങ് പ്രോബബിലിറ്റീസിൽ ഒന്ന് മാത്രമാണ് അതൊരു മീനിങ് ഫുൾ ആയി ഹലോ എന്ന് പറയുന്ന വീട് ഉണ്ടാവുക എന്നുള്ളത്. ഏകദേശം സീറോ. അതെ, സീറോന് അടുത്താവുന്നുള്ള. അപ്പോ നമ്മള് നമ്മുടെ യുക്തി ഉപയോഗിക്കുന്നത് ശരിക്കും ഈ ഒരു സ്വഭാവത്തിലാണ്. അതായത് ഇപ്പൊ നമുക്കറിയാം, റാൻഡം ആയിട്ട് നമ്മളിപ്പോ പുതിയൊരു ഗ്രഹം ഒബ്സർവ് ചെയ്യാന്ന് വിചാരിക്കാം. ആ ഗ്രഹത്തിനകത്ത് നമ്മളൊരു പുസ്തകം കാണും. നമുക്കറിയാം അവിടെ മനുഷ്യര് പിന്നെ നമ്മളാരും കൊണ്ട് ഇട്ടതല്ലാന്ന് നമുക്കറിയാം. എങ്കിലും നമ്മൾ അസ്യൂം ചെയ്യും അതിന് പറഞ്ഞൊരു ഇന്റലിജൻസ് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അത് നമ്മൾ നേരിട്ട് ഒബ്സർവ് ചെയ്യേണ്ട, ആരെങ്കിലും എഴുതിയത് കാണണ്ട, ആരെങ്കിലും പ്രിന്റ് ചെയ്തത് കാണണ്ട. അതല്ലാതെ തന്നെ നമ്മളത് മനസ്സിലാക്കുക. അതിന് അവിടെ ഉപയോഗിക്കുന്ന യുക്തി എന്ന് പറയുന്നത് അതിനകത്ത് മീനിങ് ഫുൾ ആയിട്ടുള്ള ഓർഡർ കാണുന്നുണ്ട്. മീനിങ് ഫുൾ ആയിട്ടുള്ള ഓർഡർ, മീനിങ് ഫുൾ ആയിട്ടുള്ള ഇന്റലിജൻസ് അവിടെ വർക്ക് ചെയ്തെങ്കിൽ മാത്രം സംഭവിക്കുന്നതാണ്. അതല്ലാതെ അത് സംഭവിക്കാനുള്ള സാധ്യത സീറോയിനോട് അടുത്തതാണെന്നുള്ളതാണ്. ഇങ്ങനെയാണ് നമ്മൾ എല്ലാ വിഷയത്തിലും നമ്മുടെ യുക്തി അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിക്കുന്നതിനാണ്, അങ്ങനെ ചിന്തിക്കുന്നതിനെയാണ് നമ്മൾ യുക്തി എന്ന് വിളിക്കുന്നത്. നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണുന്ന ഒരു കാര്യം, ഇപ്പോൾ ഈ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ കാര്യം പറഞ്ഞു. ഗ്രാവിറ്റിയുടെ വിഷയം എന്ന് പറയുന്നത്, ഗ്രാവിറ്റിയുടെ മൂല്യം ഇന്നുള്ളതിൽ നിന്ന് അല്പം വർദ്ധിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഈ പദാർത്ഥത്തിന്റെ മ്യൂച്വൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം ഇതെല്ലാം ഒരുമിച്ച് ചേർന്ന് ഒരു ബിഗ് ക്രഞ്ചോട് കൂടി പ്രപഞ്ചം അവസാനിക്കുമായിരുന്നു. അതല്ലെങ്കിൽ ബിഗ് ബാങ് കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്ന അതിന്റെ ആദ്യ അവസ്ഥയിൽ നിന്ന് തന്നെ അതൊരു ബിഗ് ക്രഞ്ചോട് അവസാനിക്കുമായിരുന്നു. പ്രപഞ്ചം എന്ന് പറയുന്ന ഒന്നും ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് തന്നെ എത്തുമായിരുന്നില്ല. ഇനി പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കണം നമുക്ക് അറിയാൻ കഴിയും. ഈ പറഞ്ഞ ഗ്രാവിറ്റിയുടെ ഫോഴ്സ് എന്ന് പറയുന്നത്, അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇന്ന് ഉള്ളതിൽ നിന്നും അല്പം താഴേക്കായിരുന്നു എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവില്ല, ഒന്നും മറ്റൊന്നിനോട് കൂടി ചേർന്ന് നക്ഷത്രങ്ങളോ ഗ്രഹങ്ങളോ ഗാലക്സികളോ ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. അതുപോലെ തന്നെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞ സാധനം, ഒരു സാധനം ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? അതും ഇതിപ്പോ 9.8 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് ഒരു ഇത്തിരി കൂടുകയോ കുറയുകയോ ചെയ്തിരുന്നെങ്കിൽ ഭയങ്കരമായ മാറ്റം സംഭവിച്ചിരുന്നു എന്നാണ്. അതേപോലെ തന്നെ ഓരോ കോൺസ്റ്റന്റ് നമ്മൾ പഠിച്ച ഫിസിക്സിൽ പഠിച്ച ഓരോ കോൺസ്റ്റന്റും ആ വാല്യൂവിൽ നിന്ന് ഒരു ഇഞ്ച് പുറകോട്ടോ ഒരു ഇഞ്ച് മുന്നോട്ടോ മാറിയിരുന്നെങ്കിൽ കംപ്ലീറ്റ് സിസ്റ്റം എറർ ആയിരുന്നു, കംപ്ലീറ്റ് സിസ്റ്റം കൊളാപ്സ് ആവുമായിരുന്നു. പ്രൊഡക്റ്റീവായി ഒന്നുമില്ലാത്തൊരു അവസ്ഥയാണ്. അപ്പൊ നമ്മൾ ഈ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നതിനകത്ത് മീനിങ് ഫുൾ ആയി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കോഡിങ്ങിനകത്തേക്ക് കുറച്ചങ്ങനെ റാൻഡം ആയിട്ട് ടൈപ്പ് ചെയ്തെന്താവും, അത് മൊത്തം അങ്ങോട്ട് ഫ്ലോപ്പ് ആയി പോകും. എന്ന് പറയുന്നത് പോലെ വളരെ ഡിസൈനായി ഫൈൻ ട്യൂൺഡായി ഓരോ മേഖലകളിലേക്കും ഓരോ ലോ നിശ്ചയിക്കപ്പെട്ട് ആ ലോസിനകത്ത് തന്നെ അതിന്റെ വാല്യൂസ്, ഇപ്പൊ ഗ്രാവിറ്റി എന്ന് പറയുന്നത് അതിനൊരു ഇൻഫിനിറ്റ് ചോയ്സസ് ഉണ്ട്, എന്തുമാകാം അതിന്റെ നിയമങ്ങൾ. എന്നിട്ടും അത് ആ ഒരു പെർട്ടിക്കുലർ വാല്യൂയിലേക്ക് നിശ്ചയിക്കപ്പെടുക എന്നുള്ളത്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിന് എന്തുമാകാം അതിന്റെ വാല്യൂ, എന്നിട്ടും അതൊരു നിശ്ചിത മേഖലയിലേക്ക് നിശ്ചയിക്കപ്പെടുക എന്ന് പറയുന്നത് ഇതിനകത്തൊക്കെ കൃത്യമായിട്ടുള്ള സയൻസ് ഉണ്ട് എന്നുള്ളതാണ്, ആയാത്തുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോ ഈ ഒരു സയൻസ് എന്ന് കേട്ട സയൻസ് അല്ല, SIGNS അല്ല. അപ്പൊ ഖുർആൻ തന്നെ ഉപയോഗിക്കുന്ന പദം നിങ്ങൾക്ക് ആകാശഭൂമികളിലെല്ലാം ആയാത്തുകൾ ഉണ്ട്. ഭയങ്കര അതിമനോഹരമായ സമാവാത്ത് എന്ന് പറഞ്ഞ പ്രപഞ്ചം മൊത്തത്തിലല്ല ഉദ്ദേശിച്ചത്, വൽ അർദ് ഭൂമിയുടെ അതേപോലെ തന്നെ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിൽ, വഖ്തിലാഫിൽ ലൈലി വന്നഹാർ രാപ്പകലുകളുടെ മാറി മാറിയുള്ള വരവിൽ, ലആയാത്തുൽ ഉലിൽ അൽബാബ് ചിന്തിക്കുന്നവർക്ക് തൃഷ്ണാന്തമുണ്ട്. അത് നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്ന ആയത്താ. പക്ഷെ അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കിയാല് പടച്ചതമ്പുരാൻ പറയാം, നിങ്ങൾ ജസ്റ്റ് ഈ പ്രപഞ്ചത്തെ കുറിച്ചും ചിന്തിച്ചു നോക്കിയാല് ഈ പ്രപഞ്ചം തന്നെ ഇറ്റ്സെൽഫ് അത് പടച്ചോനുണ്ട് എന്നതിന് സാക്ഷി നിൽക്കുന്നു എന്ന് പടച്ചോൻ പറയുന്ന ആയത്തിലൂടെ. അതിലും ആയാത്തുകൾ എന്നാണ് ഒരുപാട് തെളിവുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ പ്രപഞ്ച വികാസത്തിന്റെ കേസിൽ തന്നെ പറയുമ്പോൾ പ്രപഞ്ച വികാസത്തിന് സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകം കൂടെ അവിടെ ഉണ്ട്. അതിപ്പോ ഈ ഡാർക്ക് എനർജി എന്നാണ് പറയുന്നത്. നമ്മൾ നോക്കുമ്പോൾ പ്രപഞ്ചത്തിന്റെ വികാസത്തിന്റെ വേഗത അധികരിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ ഡാർക്ക് എനർജി എന്ന് പറയുന്ന മറ്റൊരു ഫോഴ്സ് കൂടെ അവിടെ വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നു. ഈ ഡാർക്ക് എനർജിയുടെ കാര്യത്തിലും ഇതേ അവസ്ഥ തന്നെയുള്ളത്. അതായത് ഡാർക്ക് എനർജിയുടെ അളവ് കുറവായിരുന്നു എന്നുണ്ടെങ്കിൽ അത് ബിഗ് ബാങ്ങിന് ശേഷം ഉണ്ടാകുന്ന ആ ഒരു വലിയ വികാസത്തിന് കാരണമാവില്ല. പ്രപഞ്ചം പെട്ടെന്ന് തന്നെ കൂടിച്ചേർന്ന് ഇല്ലാതായി പോകുന്ന അവസ്ഥ ഉണ്ടാവും. ഇനി ഡാർക്ക് എനർജിയുടെ വാല്യൂ എന്ന് പറയുന്നത് കൂടുതലായിരുന്നു എന്നുണ്ടെങ്കിൽ പ്രപഞ്ചത്തിന്റെ വികാസ വേഗത കൂടുകയും ഒന്നും മറ്റൊന്നിനോടും കൂടി ചേർന്ന് ഈ ഗ്രഹങ്ങളും ഗാലക്സിയും ഇല്ലാത്ത വിരസമായിട്ടുള്ള ഒരു അവസ്ഥയിലുള്ള പ്രപഞ്ചമാകുമായിരുന്നു. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ വേഗതയെ ഒരുതരം ബ്രേക്ക് എന്നതുപോലെയാണ് ഇവിടെ ഗ്രാവിറ്റി ബിഹേവ് ചെയ്യുന്നത്. അതായത് പ്രപഞ്ചത്തിന്റെ വേഗതയുടെ വികാസത്തെ ഒരു പ്രത്യേക രൂപത്തിൽ അത് നിയന്ത്രിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ആക്സിലേറ്റർ എന്ന പോലെയാണ് ഇവിടെ ഡാർക്ക് എനർജി വർക്ക് ചെയ്യുന്നത്. പ്രപഞ്ചത്തിന് ശരിക്കും ഒരു ആക്സിലേറ്ററും ഒരു ബ്രേക്കും എന്ന പോലെയുള്ള സംവിധാനങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും.
ഇത് ഇവിടെ മാത്രമല്ല, ഇപ്പൊ ഒരു ആറ്റത്തിന് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും പിന്നെ അടിസ്ഥാന കണം എന്ന് നമ്മൾ വിളിക്കുന്ന ആറ്റത്തിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ പോലും ഈ പറഞ്ഞ അടിസ്ഥാനപരമായിട്ടുള്ള നിയമങ്ങൾ ഒരു പ്രത്യേക ഉദ്ദേശത്തിൽ തന്നെ പ്രവർത്തിക്കുന്നത് കാണാൻ കഴിയും. ഇപ്പൊ നമ്മൾ പറയുന്നത് ഈ ഫൈൻ ട്യൂണിങ്ങിന്റെ മാത്രമല്ല, ഒരു നിയമം ഒരു കൃത്യമായിട്ടുള്ള ആസൂത്രണത്തിൽ കാണപ്പെടുന്നു എന്നതിന് പുറമെ ഒരു നിയമം കാണുന്നു എന്നുള്ളത് തന്നെ ഒരു സൃഷ്ടാവിനെ തെളിയിക്കുന്നുണ്ട്. കാരണം ആലോചിച്ച് നോക്കാവൂ, നിയമങ്ങളുടെ പർപ്പസ് എന്താണ്? അതായത് ഒരു പ്രത്യേക രൂപത്തിൽ പ്രത്യേകമായി തന്നെ പ്രപഞ്ചം പ്രവർത്തിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ എന്തെങ്കിലുമൊക്കെ ഉള്ളപ്പോഴാണ്, ഫോഴ്സ് ചെയ്യുമ്പോഴാണ് അവിടെ നിയമങ്ങൾ ഉണ്ടാകുന്നത്. അതായത് ഇവിടെ പിണ്ഡമുള്ള വസ്തുക്കൾ ഈ രൂപത്തിൽ ബിഹേവ് ചെയ്യണം എന്നുള്ള ഉദ്ദേശം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പർപ്പസ്ഫുൾ ആയിട്ട് ലോകം നിയന്ത്രിക്കപ്പെടുന്നു എന്നുള്ളതിനുള്ള നേർക്കുനേരെയുള്ള തെളിവാണ് ഈ നിയമങ്ങൾ എന്ന് പറയുന്നത്. നിയമങ്ങളില്ലെങ്കിൽ ഇവിടെ എന്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിരസമായിട്ടുള്ള ഒരു അവസ്ഥയാവുമായിരുന്നു. അപ്പൊ നിയമങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെ ഒരു പ്രത്യേക രൂപത്തിൽ പ്രത്യേക പർപ്പസിൽ സൃഷ്ടിക്കപ്പെട്ടതാണ് പ്രപഞ്ചം എന്നുള്ളതിനെ സാധൂകരിക്കുന്നുണ്ട്. ഇനി വേറൊരു കാര്യം കൂടെ ആലോചിച്ച് നോക്കുക. ശരിക്കും ഈ ടൈം ആൻഡ് സ്പേസ് എന്ന് പറയുന്നത്, ടൈം എന്ന് പറയുന്നത് എന്താണ്? പിന്നെ സമയത്തിന്റെ മുന്നോട്ടുള്ള ചലനം എന്ന് പറയുന്നത്, അതുപോലെ തന്നെ സ്പേസ് എന്ന് പറയുന്നത്, ഇത് രണ്ടും ബിഗ് ബാങ്ങോടുകൂടിയാണ് ആരംഭിക്കുന്നത് നമ്മൾ പറയുന്നു. പക്ഷെ ഇതിന്റെ രണ്ടിന്റെയും സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ ഒരു സൃഷ്ടിക്ക് വേണ്ട ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള സ്വഭാവങ്ങൾ പങ്കുവയ്ക്കുന്ന രണ്ടെണ്ണമാണ്. അതായത് ക്രിയാത്മകമായിട്ട് എന്തുണ്ടാകണമെന്നുണ്ടെങ്കിലും, എന്ത് ഇന്ററാക്ഷൻസ് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് വേണം? സ്പേസ് വേണം. കാരണം വ്യത്യസ്തമായിട്ടുള്ള വസ്തുക്കൾക്ക് നിലനിൽക്കാൻ കഴിയണം, വ്യത്യസ്തമായിട്ടുള്ള എൻറ്റിറ്റീസിന് നിലനിൽക്കാൻ കഴിയണം. ഏട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഗ്രാവിറ്റി ഉപയോഗിച്ച് എനിക്ക് പ്രപഞ്ചത്തിന്റെ ചില നിയമങ്ങളെ, ഇതെങ്ങനെ മാറ്റർ വർക്ക് ചെയ്യുന്നു, മോഷൻ ഓഫ് ദ പ്ലാനറ്റ്, ആ കാര്യങ്ങളൊക്കെ എനിക്ക് പറയാൻ കഴിയും. ബട്ട് ഐ കാണ്ട് എക്സ്പ്ലെയിൻ ഹൂ ഈസ് ദ ഡിസൈനർ. ഇതിനെ എല്ലാം പിടിച്ചു നിർത്തുന്ന ശക്തി എന്താണ് എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഐ ക്യാൻ എക്സ്പ്ലെയിൻ ഹൗ ഇറ്റ് വർക്ക്സ് എന്ന് എനിക്ക് പറയാൻ കഴിയും. പക്ഷേ ഹൂ ഈസ് ബിഹൈൻഡ് ഇറ്റ് എന്നത് എന്റെ വിഷയമല്ല, എനിക്കത് അറിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു, ന്യൂട്ടൺ. അപ്പോ അദ്ദേഹത്തെ പോലെ ഇരുത്തം വന്ന ഒരു ശാസ്ത്രകാരന് പോലും അതിന് പിന്നിൽ എന്താണെന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു. അതിന് പിന്നിൽ എന്തോ ഒരു ഡിസൈനർ ഉണ്ട് എന്നുള്ളൊരു ഒരിക്കലും ഇവരൊന്നും, ന്യൂട്ടനൊക്കെ നല്ല ദൈവവിശ്വാസിയായിരുന്നു അല്ലെ? ഒരിക്കലും ദൈവത്തിന്റെ എക്സിസ്റ്റൻസിനെ, ദൈവത്തിന്റെ അസ്തിത്വത്തെ അദ്ദേഹം നിഷേധിച്ചതായിട്ട് എന്റെ വായനയിലൂടെ വന്നിട്ടില്ല. അല്ല, നിഷേധിക്കുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ ഉടനീളം അദ്ദേഹം ഈ കാണുന്ന കോസ്മോസ് എന്ന് പറയുന്നത്, പ്രപഞ്ചം എന്ന് പറയുന്നത് ദൈവത്തിന്റെ അസ്തിത്വമായിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ടോപ്പിക്കാണിത്, ഈ ഫൈൻ ട്യൂണിംഗ് എന്ന് പറഞ്ഞാൽ. കാരണം പ്രപഞ്ചത്തിൽ അള്ളാഹു പടച്ച ഒരു വസ്തുവും ഫൈൻ ട്യൂൺഡ് അല്ലാത്ത ഒരു വസ്തുവും നമുക്ക് പ്രപഞ്ചത്തിൽ അള്ളാഹു പടച്ചായിട്ട് നമുക്ക് കാണില്ല എന്നുള്ളത്. ഈ നമ്മുടെ ശരീരമാകട്ടെ, നമ്മുടെ ശരീരത്തിനകത്തുള്ള ഓരോ സിസ്റ്റം ആകട്ടെ, എൻഡോക്രൈൻ സിസ്റ്റം, നെർവസ് സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, ഞാനൊക്കെ വ്യക്തിപരമായിട്ട് ഏറ്റവും അത്ഭുതത്തോടു കൂടി കേട്ടിരുന്നത് ഒരു ഇതാണ്, ഞാൻ എട്ടമീ ക്ലാസ്സുകൾ. ഭയങ്കരമായിട്ട് അള്ളാഹു എത്ര ഫൈൻ ട്യൂൺ, എത്ര കൃത്യമായിട്ടാണ് നമ്മുടെ കഴിക്കുന്ന ഭക്ഷണം ഇറങ്ങി പോകുമ്പോൾ ഉള്ള കാര്യം തൊട്ടിട്ട്, അതിന്റെ ഡൈജഷൻ തൊട്ടിട്ട്, ഭക്ഷണം ഇറങ്ങിച്ചെന്നാൽ ഉണ്ടാകുന്ന എൻസൈമുകൾ, അതേപോലെ തന്നെ അത് ദഹിപ്പിക്കാനുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ്, അതേപോലെ തന്നെ ഹോർമോണുകൾ, ഓരോ എത്ര കൃത്യമായിട്ടാണ് ഫൈൻ ട്യൂൺ ആക്കി വെച്ചിട്ടുള്ളത് നമ്മൾ അത്ഭുതത്തോടു കൂടി നോക്കി പോകുന്ന ഒരു സംഭവമാണ്. അതേപോലെ തന്നെ ഇത് മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ കാര്യം, അതേപോലെ തന്നെ ഓരോ ജീവജാലങ്ങളുടെ, സമുദ്രത്തിനകത്തുള്ളത്, ഈ പ്രപഞ്ചത്തിനകത്ത് ഏത് രൂപത്തിലാണെന്നുള്ളത്. അപ്പോ ഫൈൻ ട്യൂണിങ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്ക് ഓരോ ഘട്ടമായിട്ട് അത് ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് സംസാരിക്കാൻ തോന്നുന്നു. ജസ്റ്റ് ഒരു 10 മിനിറ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഉദ്ദേശിച്ചത്. ഒരു സീരീസ് ആയിട്ട് നമുക്കിത് ചെയ്യാൻ തോന്നുന്നു. ഏതായാലും നമുക്കിപ്പോ നല്ല ചൂടുള്ള അവസ്ഥയായതുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാൻ തോന്നുന്നു അല്ലെ? ഇൻഷാ അല്ലാഹ് ഇനിയും ഈ വിഷയം കൂടുതലായിട്ട് സംസാരിക്കാനുള്ള ഒരു നിയത്തുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പൊ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇത്തരം കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. ഈ ഒരു ആത്യന്തികമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇസ്ലാമിക് പ്രബോധനം തന്നെയാണ്. പടച്ചവനെ കുറിച്ചും പരലോകത്തെ കുറിച്ചും പരിശുദ്ധ ഖുർആനെ കുറിച്ചും ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക, ആ ചിന്ത ആളുകൾക്ക് ഉണ്ടാക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു സ്വാലിഹായ അമലുകൾ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ കർമ്മത്തെ നിയ്യത്ത് അതാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് മറ്റൊരു എപ്പിസോഡ് നമുക്ക് കാണാം അല്ലെ? ഇപ്പോ താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും.